ഓക്കെ, നമ്മളിന്നിപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ 2 ഡയമെൻഷണൽ മോഷൻ. അഥവാ ഈ പറഞ്ഞിട്ടുള്ള മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് അറ്റ് എ ടൈം 2 കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. 2 കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതിനാലാണ് അതിനെന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്, ഒരു 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചു. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചു. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ it is said to be a straight line motion and it will be 1 dimensional. അതായത് 1 ഡയമെൻഷണൽ മോഷനാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത്. അല്ലേ, ഒരു ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നു. എയിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് 1 കിലോമീറ്റർ അകലെയുള്ള പൊസിഷനിലേക്ക് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, വി എന്ന് പറയുന്ന സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഫ്റ്റർ സമയം ടി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈം ടിക്ക് ശേഷം അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പൊസിഷൻ അളക്കണം എന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ ഈ പോയിന്റിലേക്ക് നമ്മളൊരു സിംഗിൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് അളക്കാം. ഓക്കെ, ഇനി ആഫ്റ്റർ എ ടൈം ടിക്ക് ശേഷമാണ് പിന്നെയും പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും വളർന്നു. അപ്പോൾ എവിടെയാണ്, ഈ പോയിന്റിലാണ്. അപ്പോൾ ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സിംഗിൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നേരേണ്ട അളന്നാൽ മതി. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ ഡിസ്റ്റൻസ് അളക്കാനായിട്ട് നമുക്കൊരു സിംഗിൾ കോർഡിനേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സ്കെയിൽ സിംഗിൾ കോർഡിനേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ സിംഗിൾ കോർഡിനേറ്റ് എന്ന് പറയുന്നത് മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നമ്മൾ ആ കോർഡിനേറ്റിനെ സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ കോർഡിനേറ്റിനെ സ്ട്രെയിറ്റ് ലൈനിന് പാരലലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ പൊസിഷനിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് 1 സിംഗിൾ കോർഡിനേറ്റ് ഫ്രം ആൻ ആക്സിസ്. കോർഡിനേറ്റ് ഫ്രം ആൻ ആക്സിസ്, ഫ്രം എ സിംഗിൾ ആക്സിസ്. ഓക്കെ, നേരെ മറിച്ച് ഇങ്ങനെ പോകുന്നതിന് പകരം ഒബ്ജക്റ്റ് ഇതേ ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചാലോ, ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നോക്കിയേ, ഈ ഒബ്ജക്റ്റ് ഫോർവേഡ് ഡയറക്ഷനിലേക്കാണോ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണോ, ഫോർവേഡ് ഡയറക്ഷനിലേക്കാണോ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ഇത് ലെഫ്റ്റിലേക്കാണോ അതോ റൈറ്റിലേക്കാണോ സഞ്ചരിക്കുന്നത് എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇതേ നോക്കിയേ, ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി. ഇപ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൂരം എടുത്തോ. യെസ്, ഒബ്ജക്റ്റ് ഇപ്പോഴെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൂരം എടുത്തു. ഈ ദൂരം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം 10 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് വിചാരിച്ചു. 10 കിലോമീറ്റർ നേരോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന പോയിൻ്റ് എത്തുമോ? ഇല്ല. 10 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് എന്തും ചെയ്യണം, ഒരു 5 കിലോമീറ്റർ ഇങ്ങോട്ടും കൂടി മുകളിലേക്കും പോയി എന്ന് വിചാരിക്കുക. ഇപ്പം എത്തിയോ ബി എന്ന് പറയുന്ന പോയിൻ്റ്? അപ്പം ബി എന്ന് പറയുന്ന പൊസിഷനെ അളക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിനെ നമുക്ക് അളക്കണം എന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, 2 സ്കെയിൽസിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 2 കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ആ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. എന്ത് മോഷൻ? 2 ഡയമെൻഷണൽ മോഷൻ അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ. യെസ്, ഇനിയിപ്പോൾ ഒരു സ്പേസിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ഇതൊരു ചുവരാണ്, ഇതൊരു വാളാണ്, ഇതൊരു ഫ്ലോറാണ്. നോക്കിയാൽ അപ്പോൾ ഇതൊരു ഫ്ലോറ്, ഇതൊരു ചുവര്, ഇത് മറ്റൊരു ചുവര് വിചാരിക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സ്പേസിൽ കൂടെ അങ്ങനെ സഞ്ചരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ എത്ര സൈഡിലേക്കാണ് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് അളക്കണം എന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് എന്ത് വേണ്ടി വരും, 3 സ്കെയിൽസിൻ്റെ ആവശ്യമുണ്ട്. നോക്കിയാൽ ഈ റൂമിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര പോയി, ഈ റൂമിൻ്റെ താഴോട്ട് എത്ര സഞ്ചരിച്ചു, അതോടൊപ്പം തന്നെ എത്ര പൊക്കത്തിലാണ് നിൽക്കുന്നത്.
അപ്പോൾ നോക്കിയേ, അറ്റ് എ ടൈമിൽ നമുക്ക് എത്ര കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്? 3 കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ വിളിക്കുന്നത് 3 ഡയമെൻഷണൽ മോഷൻ, 3D. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു 2 കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതൊരു പ്ലെയിനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ വിളിക്കുന്ന പേര് 2 ഡയമെൻഷണൽ മോഷൻ അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നാണ് പറയുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയേ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ടും പഠിച്ചു. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. ഈ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുക. ഇപ്പോൾ എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഈ സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കുക എന്ന് വിചാരിക്കുക. യെസ്, അതാ ഈ സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ എടുത്തു. നോക്കിയേ, എയും ബിയും തമ്മിലുള്ള എയും ബിയും ഇങ്ങനെ പോകുന്നു. ഈ എയിൽ നിന്ന് ബിയിലേക്ക് പോകാനായിട്ട് ഈ സഞ്ചരിച്ച പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പുഴ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ യോജിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനാൽ തന്നെ അതിനിങ്ങനെ ഇതേ കൂടെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പാതയുടെ മൊത്തം ലെങ്ത്തിനെയാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഡിസ്റ്റൻസ്. അപ്പോൾ എ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ബി എന്ന് പറയുന്ന ടൗണിലേക്ക് എത്ര ദൂരം ഉണ്ടിടാ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോമീറ്റർ അകലെയാണ്, 10 കിലോമീറ്റർ പോകേണ്ടി വരും എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അവിടെ നമ്മൾ ലിറ്ററലി അളക്കുന്നത് ഒരു മെഷർമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി, ഒരു വാല്യൂവിനെ മാത്രമേ നമ്മൾ അളക്കുന്നുള്ളൂ. ഓക്കെ, യെസ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസ് എടുത്തു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷനാണെന്ന് നമ്മൾ പറഞ്ഞു. അത് എവിടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 8 കിലോമീറ്റർ ഉള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നേർരേഖയിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എങ്ങനെ പോകും, അല്ലെങ്കിൽ എവിടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള കാർ എവിടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയും ബിയും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, ചേഞ്ച് ഇൻ പൊസിഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റാണ് നമ്മളവിടെ അളക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 2 ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് അളക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അളക്കേണ്ടതുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ എത്ര ദൂരം അകലെയാണ്? 8 കിലോമീറ്റർ അകലെ. ഇനി നമ്മൾ ഡയറക്ഷൻ ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചോ. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, ഇത് വെസ്റ്റ്. നോക്കിയേ, 10 കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാലേ നമ്മൾ എവിടേക്ക് എത്തുള്ളൂ? ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തുള്ളൂ. അതിന് പകരം സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമോ? ഇല്ല. അപ്പം ചേഞ്ച് ഇൻ പൊസിഷൻ അളക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? എത്ര ദൂരം അകലെയാണെന്നുള്ള ക്വാണ്ടിറ്റി അറിയണം. അതോടൊപ്പം തന്നെ എന്തും അറിയണം, ആ സാധനം നിലവിൽ ഏത് ദിശയിലാണ് അല്ലെങ്കിൽ ഡയറക്ഷനിലാണ് നിൽക്കുന്നത് എന്ന് അറിയണം. അപ്പോൾ അതിനാൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് വേണം. ഒന്ന് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാല്യൂ, രണ്ടാമത്തത് ഡയറക്ഷൻ. സെക്കൻഡ് വൺ ഈസ് ഡയറക്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ ക്വാണ്ടിറ്റീസ് മാത്രം വേണ്ടി വരുന്ന ക്വാണ്ടിറ്റീസിനെ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റികൾ മാത്രം വേണ്ട സംഗതികൾ നമ്മൾ ജനറലി വിളിക്കുന്ന പേര് സ്കേലേഴ്സ് എന്നാണ്. അല്ലെങ്കിൽ ഓൺലി നമുക്ക് ക്വാണ്ടിറ്റി മാത്രം അളന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. നേരെ മറിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി. 8 കിലോമീറ്റർ അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്ക് ചുറ്റും ഒരു റേഡിയസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ 8 കിലോമീറ്റർ അപ്പുറമാണ്. പക്ഷേ അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുള്ളൂ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് ചേഞ്ച് ഇൻ പൊസിഷൻ അവിടെ എന്താവുക? പൂർണ്ണമാവുക.
അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? ക്വാണ്ടിറ്റി വേണ്ടി വരും. അതോടൊപ്പം തന്നെ എന്തും വേണ്ടി വരും? ഡയറക്ഷനും വേണ്ടി വരും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ. അപ്പോൾ ജനറലി വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊന്നുകൂടി ഡിഫൈൻ ചെയ്തറിയാം എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റീസ് വിച്ച് റിക്വയർ ഓൺലി മാഗ്നിറ്റ്യൂഡ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തത് ക്വാണ്ടിറ്റീസ് വിച്ച് റിക്വയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി വിച്ച് റിക്വയേഴ്സ് മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ. ഈ സ്കേലാർ ക്വാണ്ടിറ്റീസിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ എനർജി എന്ന് പറയുന്നത്, എത്ര എനർജി ഉണ്ട് അല്ലെങ്കിൽ എത്ര വർക്ക് ചെയ്തു എന്ന് പറയുന്നതൊക്കെ ജനറലി എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നേരെ മറിച്ച് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിന് ദിശ അറിയണം. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഇത്ര ഡിഗ്രിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തെത്തും. രണ്ടാമത്തത് ഫോഴ്സ്. നമ്മളൊരു വസ്തുവിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വസ്തു മൂവ് ചെയ്യുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലല്ലേ. അപ്പോൾ അതിൻ്റെ ആക്സലറേഷൻ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് വേണം? ഡയറക്ഷനും അറിയണം, മാഗ്നിറ്റ്യൂഡ് അറിയണം. അപ്പോൾ ഫോഴ്സ്, ആക്സലറേഷൻ തുടങ്ങിയ ക്വാണ്ടിറ്റീസൊക്കെ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ വെക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ടു ഡയമെൻഷണൽ മോഷനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. ടു ഡയമെൻഷണൽ മോഷൻ.